അപ്പോൾ ഗൈസ് നമ്മൾ കറാമ റമദാൻ സ്ട്രീറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3-ാം തീയതിയാണ്. ദുബായ് കറാമയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് 3-ാം തീയതി. ഏകദേശം സമയം 9:48 എന്ന് പറഞ്ഞാൽ 9:45 കഴിയാറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളൊരു ദുബായിലെ വൈബ് എന്ന് പറയാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മാധ്യമങ്ങളൊക്കെ കുറേ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ സൗണ്ട് ആക്കാൻ പുറത്ത്. കറാമയിലെ റമദാൻ മാർക്കറ്റാണിത്. ഇല്ല, അപ്പോൾ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം കറാമ ഫുൾ ഓണാണ് ഇപ്പോഴും. ദുബായിയുടെ ഒരു ഹൃദയം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കറാമ. എത്രയാ ക്യാഷ് ഔട്ട്? അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല മാധ്യമങ്ങളിലും പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്, കുഴപ്പങ്ങളാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളെല്ലാവരും ദുബായിൽ സേഫാണ്. എന്ന് വെച്ച് പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലെന്നല്ല, പക്ഷേ ഇവിടെ എങ്ങനെയാണ് ബായി, ഇത്രയും ലൈവായിട്ടിരിക്കുന്നു ഇവിടെ കറാമയിലൊക്കെ കണ്ടില്ലേ. ആൾക്കാരിപ്പോഴും പുറത്തിറങ്ങി ആ ഒരു കറാമ വൈബ് ആസ്വദിക്കുന്നു. അപ്പോൾ ഇത് നാട്ടിലിരിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ ദുബായിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല. നാട്ടിലുള്ളവർ
ഇതിനെ എങ്ങനെ അവർക്ക് എങ്ങനെയാണ്, പലരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നാട്ടിലെ ഫാമിലിയൊക്കെ. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവരും സേഫാണ്. നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഗവൺമെൻറ്. ഇവിടുത്തെ കണ്ടോ, ഇത്ര ജനത്തിരക്ക് നോക്കിയേ. കരാമയിലൊരു രാത്രിയാണ് പോയി കാണുന്നത്, അതും ഈ റംദാൻ ടൈമിൽ. ഇവിടെ ഒരു റംദാൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ ഭക്ഷണം കഴിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ. കൂടുതലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണത്. അപ്പോൾ ഒരു നോമ്പ് തുറന്നു, അത് കഴിഞ്ഞിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാത്രി ഭക്ഷണങ്ങളാണ് കൂടുതൽ. ആ നോമ്പ് തുറ കഴിഞ്ഞ സമയത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി ആ ടേബിളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന നമുക്ക് കാണാം അവിടെ. ആ സമയത്തോടെ അതിലും തിരക്കായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു 9-10 മണി 9-10 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു സമയത്തുള്ളൊരു വൈബാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എത്രയും ജനങ്ങളും ഇവിടെ തിങ്ങിക്കൂടി. ഈ ഒരു ഒരു ശരിക്കൊരു ഫെസ്റ്റിവൽ പോലെയാണ് അവർക്ക്. കൂടുതലും ഇന്ത്യൻസ് ആണ്, കൂടുതലും മലയാളീസ് ആണ്. അങ്കമാലി ഫുഡ് സ്റ്റോറിന് അടുത്താണ് ഉള്ളത്. അതിൻ്റെ ഒരു വൈബാണ് കാണുന്നത്. ചന്ദ്രനിൽ ചെന്നിറങ്ങി കേശുമൊത്ത് പാറി പറന്ന് നിൽക്കാം. പാറി പറന്ന് നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പ് കയറി കുടിക്കാം. ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോട്ടറെ ലൈൻ അടിക്കാം. ഇറങ്ങി കേശുമൊത്ത് പാറി പറന്ന് നിൽക്കാം. പാറി പറന്ന് നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പിൽ കയറി കുടിക്കാം. ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോട്ടറെ ലൈൻ അടിക്കാം. കാശ്മീരിൽ ലൈറ്റ് ഹാളിൽ ലഞ്ച് കഴിച്ചാം. ഇതവിടം വേണ സാഹിബ് പയ്യന് $1000 ടിപ്പ് കൊടുത്തിട്ട് കാലത്ത് വന്നിട്ട് പൊമ്പത്ത് വന്നിട്ട് കട്ടഞ്ചി മോന്തിക്കിടന്നുറങ്ങാം. മക്കസായി മക്കസായി റമ്പമ്പോ. അവര് ആർക്കും ഒരു പോകയിൽ എല്ലാവർക്കും ഒരു പോകടിച്ചിടുക, ഒരു പോകടിച്ചിടുക. അവസരങ്ങൾ अब्बास भाई बहुत अच्छा है, एकदम स्पेशल। अमन से बहुत अच्छा है, चिकन एंड बीफ दोनों मिलेगा अवेलेबल। पूरा स्पेशल है यहाँ पे,
सब कुछ आंखों का सामने वाना कर दिएगा एकदम गरम चिकन ओके अभी दिएगा कल्लू നമ്മുടെ മുമ്പിലുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ടല്ലോ, എന്തോരം സ്റ്റാളുകളവിടെ, ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ തിരക്ക് കണ്ടില്ലേ, തോന്നുന്ന തിരക്കാട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കരാവ വൈബ്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഫലൂദ കഴിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവരെയും തപ്പി നടക്കുകയാണ് ഞാൻ. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം ഗൈസ്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. എങ്ങനെയാണ് കരാമയിലുള്ള വൈബ് ഇപ്പോൾ. ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്നേ ഉള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങാനുള്ള സമയമുണ്ടല്ലോ, 10 മണി 11 മണി. ആ സമയം ആകുമ്പോൾ ഇപ്പോൾ ആൾക്കാർ പുറത്തിറങ്ങാനുള്ള ഒരു ഇതിലാണ്. ഈ ഭാഗത്തും ഒരുപാട് ജോയിൻസ് അങ്ങനെയല്ല, ഒരുപാട് സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. റംദാനാണല്ലോ, അപ്പോൾ റംദാനാണ് ഇവിടുത്തെ ഒരു മെയിൻ ആഘോഷം. സാധാരണ പുണ്യമാസം എന്നൊക്കെ പറയുമ്പോഴും ആ പുണ്യമാസം ഇവിടെ ആഘോഷിക്കുകയാണ് അവർ. ഈ കറാമയിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നതിന് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ നമുക്ക് നെറ്റിൽ കാണാം. പക്ഷേ എനിക്കിപ്പോൾ ഇതിലൂടെ വന്നിട്ട് ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നുന്നില്ല, ഇതൊരു പോസിറ്റിവിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേരുന്നു. ആ ഒരു ഇഫ്താർ ആ ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തുചേരുന്നു. അവർ വന്ന് ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം അതിനിത്ര വലിയൊരു സംഭവം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഗവൺമെൻറ് അലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏറ്റവും വലുത് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു നമ്മളൊരു ഒരു ലൈഫ് സ്റ്റൈലുണ്ടല്ലോ, ഈ നമ്മൾ കരാമയിലുള്ളൊരു ഒരു വൈബ്, അതിപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വി ആർ ഓൾവേസ് അലൈവ്, അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വളരെ ചിരിച്ചും കളിച്ചും അത് നേരിടും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കരാമയിലുള്ള റമദാൻ മാർക്കറ്റിൻ്റെ ഒരു വൈബ്. അടിപൊളിയാണ്. നിങ്ങളും വരണം, എല്ലാവരും വരണം, ആഘോഷിക്കണം, സന്തോഷിക്കണം. ഇത്രയും പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ജനങ്ങളിങ്ങനെ ഹാപ്പിയായിട്ട്
ഇവിടെ കാണാൻ തന്നെ വലിയൊരു സന്തോഷം. അപ്പോൾ നാട്ടിലിരുന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, അതും നമ്മൾ തരണം ചെയ്യും. ഓക്കെ ഗൈസ്, ബൈ ബൈ.